കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ വീഡിയോയിൽ ഞാൻ ചിക്കൻ കറി വെച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്ത് കറി വയ്ക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് ആ കറീനെ നമുക്ക് തട്ടിക്കുട്ടി ഒരു കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ടോ ഒരു അടിപൊളി കറി വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചിക്കൻ കറിയൊക്കെ ബാക്കി വന്നാൽ അയ്യോ ഇന്നത്തേക്ക് തികയില്ലല്ലോ, ഇനിയിപ്പോൾ വേറെ കറി വെക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ കറി വെക്കാനൊന്നും വേണ്ട, ഒരു കുമ്പളങ്ങ കഷ്ണം ഉണ്ടായാൽ മാത്രം മതി ഒരു ദിവസത്തേക്കുള്ള കറി ഇവിടെ റെഡി കേട്ടോ. അപ്പോൾ ഇത് നാടൻ കുമ്പളങ്ങയാണ് കേട്ടോ, എൻ്റെ വീട്ടിലുണ്ടായ ഉമ്മ തന്നയച്ചാണ്. അപ്പോൾ ഇതിനെയൊക്കെ ഇനി വൃത്തിയാക്കിയിട്ട് നമുക്ക് കഷ്ണം മുറിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല കേട്ടോ. ചിലപ്പോൾ ഇന്നത്തേക്കും ആൾക്ക് കുറവാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കാണെങ്കിൽ ഇന്നേക്കും കഴിഞ്ഞ് നാളത്തേക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കണ്ടു തുടങ്ങുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ കട്ട് ചെയ്യാം. കുമ്പളങ്ങ കുറച്ച് മൂത്തതായതുകൊണ്ട് തന്നെ മുറിക്കുമ്പോൾ കുറച്ച് ബലം ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും കുഴപ്പമില്ല. നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ നമ്മൾ എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയിൽ ചിക്കൻ്റെ പീസ് തരണില്ലെങ്കിലും കുമ്പളങ്ങേൻ്റെ പീസ് ലാസ്റ്റ് കാണില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് ആയിരിക്കും ഇതിൽ കുമ്പളങ്ങ. നാടൻ കുമ്പളങ്ങ കൊണ്ട് പിന്നെ പറയും വേണ്ടല്ലോ. അപ്പോൾ ഞാനിതാ ഒരു പീസ് മാത്രമേ കേട്ടോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഉരുളക്കിഴങ്ങ് എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കുമ്പളങ്ങ കുറച്ച് കൂടുതൽ എടുത്താലും ഉരുളക്കിഴങ്ങ് കുറച്ച് അധികം എടുക്കണ്ട കേട്ടോ, അത്രയ്ക്ക് അധികം എടുക്കണ്ട. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയുടെ പകുതി, അതേപോലെ 3-4 പച്ചമുളകും പിന്നെ ഒരു പീസ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഷ്ണത്തിലേക്കുള്ള എരിവും പുളിയും എല്ലാം പിടിക്കണമല്ലോ. അപ്പോൾ ചിക്കനിൽ നമ്മൾ എന്തായാലും മസാലയൊക്കെ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക വേണ്ട, നമുക്ക് ഫോക്കസ് ഈ ഒരു കഷ്ണത്തിലേക്ക് മാത്രമായിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വലിയ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് തന്നെ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കുമ്പളങ്ങ മൂപ്പുള്ളതുകൊണ്ട് നമുക്ക് 2 വിസിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഉള്ളി തക്കാളി എല്ലാം അരിഞ്ഞിട്ട് ഒരുമിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മസാലക്കറി പോലെയാണ് വയ്ക്കുന്നത്, ചിക്കനും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ മാത്രം മതി കേട്ടോ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ ഒരല്പം മുളക് പൊടി, ഇതിന് എരിവിന് ആവശ്യത്തിന് മാത്രം മതി കേട്ടോ. അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ടുള്ളൂ, ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ നമ്മൾ ഉപ്പിടുമ്പോൾ കറക്റ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുമ്പളങ്ങ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കുമ്പളങ്ങയിൽ തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഉപ്പ് ഇട്ട് ഇല്ലെങ്കിലുണ്ടല്ലോ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ആ കഷ്ണത്തിൽ ഉപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിൻ്റെ ടേസ്റ്റേ പോകും കേട്ടോ. ഉപ്പ് കറക്റ്റായിട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഒരു ഉന്നത്തിലിട്ട് കൊടുക്കണം, അപ്പോഴാണ് ആ കഷ്ണത്തേക്ക് പിടിക്കുകയുള്ളൂ. പിന്നെ അത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പിന് കുറച്ച് ആവശ്യം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂപ്പുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 വിസിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഇളമ്പ് കുമ്പളങ്ങയൊക്കെ ആണെങ്കിൽ 1 വിസിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. നല്ല വെന്ത് ഉടയാൻ പാടില്ല, നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ കഴിക്കാൻ വേണം കേട്ടോ. ഉടഞ്ഞു പോയാൽ ഈ കറീൻ്റെ ടേസ്റ്റ് പോകും. നമ്മൾക്ക് ഈ കുമ്പളങ്ങ ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിക്കാനുള്ള പാകത്തിന് വേണം ഈ കറി. അപ്പോൾ നമുക്കിനി അടച്ച് വെച്ചിട്ട് വിസിൽ കൊടുക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കറി തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയിട്ടുണ്ട്. ഒരുപാട് തേങ്ങ അരച്ച് കൂട്ടാതിരിക്കുകയാണ് കേട്ടോ ഈ കറിക്ക് ടേസ്റ്റ്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രം കാരണം ഒരുപാടുണ്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും തേങ്ങ എടുക്കുക, നിങ്ങളുടെ കറിക്ക് അനുസരിച്ചുള്ള തേങ്ങ. ഒരുപാട് തേങ്ങ അരച്ച് കൂട്ടുകയും ചെയ്യരുത്. പിന്നെ മസാലകളായിട്ട് കുറച്ച് പെരുജീരകം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഈ തേങ്ങ അരക്കണതിൻ്റെ ഒപ്പം അരയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരയ്ക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ കറി ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വിസിലൊക്കെ അടിച്ച് വന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊന്നും ഉടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്കിനി നമ്മുടെ ചിക്കൻ ചിക്കൻ നമ്മൾ ഓൾറെഡി വേവിച്ചതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടി കേട്ടോ ഞങ്ങൾ കാണിച്ചത്. അപ്പോൾ ഒന്ന് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്, അതൊന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത അതേപോലെ തന്നെ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരുപാട് നേരം തിളപ്പിക്കണ്ട കേട്ടോ. കാരണം ഇനി തേങ്ങ ഇട്ടിട്ടും എല്ലാം കൂടി തിളയ്ക്കുമ്പോൾ
നമ്മുടെ ചിക്കനും ഉടഞ്ഞു പോകും, കഷ്ണങ്ങളും ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ ഇട്ട ആ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മസാല എല്ലാവിടെയും ഉള്ളിയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ച തേങ്ങ അരപ്പങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് കൂടിപ്പോയോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇത്രയും വേണ്ട തോന്നുന്നു, അത്രയും വേണ്ട കേട്ടോ, കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് തിളപ്പിക്കാൻ സിമ്മിലിട്ട് കുറച്ച് നേരം തിളപ്പിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇരിക്കും തോറും ഈ കറി കട്ടി കൂടും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കുക. വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് ലൂസ് പോലെ ആക്കരുത് കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, ഞങ്ങളവിടെയൊക്കെ ഒരുപാട് വറവെള്ളം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ആവരുത്, കുറച്ച് കട്ടിയിൽ, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിക്കുക കേട്ടോ. ഇനി നമുക്കത് സിമ്മിലിട്ടിട്ട് തിളപ്പിക്കണം. കാരണം ഇതിൻ്റെ മസാലയൊക്കെ ഇട്ടിട്ടാണല്ലോ നമ്മൾ തേങ്ങ അരച്ചിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഒരു പച്ച ചൊയ്യൊക്കെ പോകണ വരെ നമുക്കൊന്ന് തിളപ്പിക്കണം. അതേപോലെ ഇറച്ചീൻ്റെ എല്ലാ മസാല എല്ലാവിടെയും പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ ചൊടി ഉണ്ടാവുള്ളൂ. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് വേണം കേട്ടോ ഏത് കറിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം നമ്മൾ സിമ്മിലിട്ട് തിളപ്പിച്ചെടുത്തപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് കേട്ടോ. ഇനി ഇത് താളിച്ചില്ലേലും ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നലത്തെ പോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയില്ല, മല്ലിയിലയില്ല. അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുത്തില്ല. പക്ഷേ കറിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ആണെന്ന് മാത്രം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് നല്ലൊരു കറി തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതേപോലെ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കുള്ള കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറി ഇതുപോലെ ട്രൈ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ കറിയാണ്. നമുക്ക് കറിയൊക്കെ നീട്ടി വെക്കുകയും ചെയ്യാം. ഇത് ചോറിന് മാത്രമല്ല കേട്ടോ, പലഹാരത്തിനും ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കടന്നു കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.